ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1771 ദിവസമായി ഇന്ന് 2026 മാർച്ച് മാസം 21 ശനിയാഴ്ച, 1201 ആണ്ട് മീനമാസം 7 ഗുരുവചനങ്ങളിലൂടെ നാം എന്നല്ല നമ്മൾ കാണപ്പെടുന്നതൊക്കെയും ഇങ്ങനെ നിഴലിക്കുന്നതിന് ദൈവം ഇടകൊടുത്തിരിക്കുന്നു. ഇതുകൂടാതെ ഇതിനെയൊക്കെയും ദൈവം തന്നെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം ഒരു ദിവ്യമായ കണ്ണാടിയും കണ്ണുമായിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ അടിയും തിരിച്ചടിയും എന്ന് വിവരിക്കുന്നതിൻ്റെ 13-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചരിത്രത്തിൻ്റെ അതിവിദൂരമായ പശ്ചാത്തലത്തിൽ മറഞ്ഞുകിടക്കുന്ന ഒരു ജ്ഞാന പാരമ്പര്യം ദക്ഷിണ ഭാരതത്തിനുണ്ട്. പിൽക്കാലത്ത് രൂപമെടുത്ത സമ്പ്രദായങ്ങൾ അതിനെ മൂടിക്കളയുകയാണ് ഉണ്ടായത്. നാരായണ ഗുരുവിൻ്റെ അതിവിശദ സ്മൃതിയുള്ള സൂക്ഷ്മദൃക്കിന് അത് കണ്ടെത്താനും പുനരുദ്ധരിക്കാനും കഴിഞ്ഞു. സാർവജനനീയമായ മാനുഷിക മൂല്യങ്ങളുടെ തലത്തിൽ വന്നു തൊടുന്നതാണ് അത്. ഈ ജ്ഞാന പാരമ്പര്യമാണ് ആര്യന്മാരുടെ വരവിന് ശേഷം രൂപം കൊണ്ട ആധ്യാത്മികത നൽകിയ പ്രത്യാഘാതത്തിന് പൂർവപക്ഷമായിരുന്ന ആഘാതം. ജ്ഞാനവചസ്സിന് ആര്യന്മാരുടെ വരവിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടുള്ള ആവിഷ്കൃത രൂപങ്ങൾക്കിടയിൽ പൂർണ്ണപ്രജ്ഞയുടേതായൊരു നിഷ്പക്ഷതലമുള്ളത് നാം കണ്ടെത്തണം. അനശ്വരമായ ആ പൂർണ്ണ പ്രജ്ഞയുടെ ഉത്തമോദാഹരണമായി വിലസുന്ന പ്രാചീന കൃതിയാണ് തിരുക്കുറൾ. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.